ഇന്ന് നമ്മുടെ സെക്കൻഡ് ഹോം അഥവാ ചിന്മയ വിദ്യാലയ ആറ്റുകാൽ കാണാം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, കൂടെ സൈഡിൽ ബാഡ്മിൻ്റനും കളിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിനെ പറ്റി എല്ലാം പറയാണ്. ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അറിയാമല്ലോ, എപ്പോഴും ഓട്ടമായിരിക്കും. അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വളരെ അപൂർവം പീരീഡ് അവർ ചിലവഴിക്കുന്നതും ഇവിടെ തന്നെ. നമ്മൾ സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരു കാഷ്വൽ ഇൻട്രാക്ഷൻ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചർമാരായിട്ട് ക്ലോസ് ആണ്. So just go on and just show how our school is. എൻ്റെ ഒരു ബോധമില്ലായ്മ ലെവൽ വെച്ചിട്ട് എൻ്റെ തല പല തവണ ഇത് ഇടിച്ചിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ പിടിച്ച് തിരിക്കാൻ തോന്നാറുണ്ട് ഈ സാധനം. ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത്? ക്ലാസ്സിലാണെന്നേ ഉള്ളൂ, എനിക്കൊന്നും മനസ്സിലാവും. ഇതേപോലെ ക്ലോത്ത്സ് ഡൊണേറ്റ് ചെയ്യുക, ബുക്ക് ഡൊണേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അത് വളരെ സന്തോഷമാണ്. സോ ദിസ് ഈസ് അവർ സ്കൂൾ ഗൈസ്. ഇതാണ് നമ്മുടെ ഡിഫറൻസ്. ഞാൻ തീർത്ത, ഇത് നവമി. സോ നമുക്ക് ഇന്ന് നമ്മുടെ സെക്കൻഡ് ഹോം അഥവാ ചിന്മയ വിദ്യാലയ ആറ്റുകാൽ കാണാം. വരൂ ഗൈസ്, നമുക്ക് നമ്മുടെ സ്കൂൾ കാണിച്ചു തരാം. ആദ്യം കുറച്ച് എക്സ്ട്രാ കരിക്കുലേഴ്സിൽ നിന്ന് നമുക്ക് അക്കാഡമിക്സിലേക്ക് പോകാം. സോ സ്പോർട്സ് ഓടിയല്ലേ വേണോ? ഇവിടെ ഏതോ ക്ലാസ്സിൻ്റെ, ഐ തിങ്ക് ഹൈസ്കൂളിലെ ഏതോ ക്ലാസ്സിൻ്റെ PT പീരീഡ് നടക്കുകയാണ്. സോ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, കൂടെ സൈഡിൽ ബാഡ്മിൻ്റനും കളിക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പോർട്ട് തന്നെ അല്ല എല്ലാവരും കളിക്കുന്നത്. എല്ലാവരും പല പല സ്പോർട്സ്, അവരുടെ ഇൻട്രസ്റ്റിനൊത്ത പല പല സ്പോർട്സ് കളിക്കുന്നുണ്ട്. അവിടെ ചിലവർക്ക് വേണമെങ്കിൽ ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ. ആസ് പെർ ദെയർ ഇൻട്രസ്റ്റ് ദേ ക്യാൻ ചൂസ് വാട്ടെവർ സ്പോർട്സ് ദേ ക്യാൻ പ്ലേ. ഇതിപ്പോൾ അവരുടെ ദിവസത്തിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ KG സെക്ഷനാണ്. ലൈക്ക് പുതിയതായിട്ട് ബിൽഡ് ചെയ്ത ബിൽഡിങ്ങിലുള്ള സെക്ഷനാണ്. നേരത്തെ ഇത് അവിടെ ആയിരുന്നു. അവിടുന്ന് നമ്മളുടെ ക്ലാസ് സ്റ്റുഡൻസിൻ്റെ എമൗണ്ട് കൂടിയപ്പോഴത്തേക്ക് ഒരു പുതിയ ബിൽഡിംഗ് ടു അക്കോമഡേറ്റ് മോർ സ്റ്റുഡൻസ്. ഇത് നമ്മളുടെ സ്കൂളിലെ ഒരു ക്ലാസ്സാണ്, LKG B. ഇവിടെ നമുക്ക് കാണാം വൈറ്റ് ബോർഡുണ്ട്, അതിൻ്റെ കൂടെ തന്നെ സെൻസ് ബോർഡുണ്ട്. സോ നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ചോക്ക് ഡസ്റ്റൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളി പാനൽസിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാണ്. ഇറ്റ്സ് സ്റ്റെപ്പ് ടു ഇൻക്ലൂഡിങ് മോർ ടെക്നോളജി ഇൻ ടു സ്കൂൾ. സോ ഇനി നമുക്ക് നമ്മുടെ സ്പോർട്സ് റൂം, ആർട്സ് റൂം, മ്യൂസിക് റൂം, ഡാൻസ് റൂമിലേക്ക് പോയാലോ? ഇവിടെ എല്ലാം ഇത് UKGയുടെ ഒരു ക്ലാസ്സാണ്. ഇവിടെ അടുത്ത UKGയുടെ ക്ലാസ്സാണ്. അപ്പുറത്ത് പിന്നെയും അടുത്ത ഡിവിഷനാണ്. അത് കഴിഞ്ഞ് അവിടെ LKGയുടെ വേറൊരു ഡിവിഷനുണ്ട്. ഇവിടുന്ന് നമ്മളുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഇവിടെ ഉള്ളൊരു വഴിയിലൂടെ പോയാൽ പോരെ? മതി. ഇതാണ് നമ്മുടെ ആർട്ട് റൂം. 2 ആർട്ട് ടീച്ചേഴ്സ് നമുക്കുള്ളത്. കുട്ടികളെല്ലാവരും ക്രാഫ്റ്റും ആർട്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ പറ്റി എല്ലാം പറയാണ്. ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? ഇതേപോലത്തെ ആർട്സ് ഇൻക്ലൂഡഡ് പരിപാടികൾ കാരണം ടീച്ചർമാർക്ക് കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല ചിലപ്പോഴൊക്കെ. ദേ പ്രയോറിറ്റൈസ് സ്റ്റുഡൻസ് മോർ ദാൻ ദെയർ ഓൺ ഹെൽത്ത് സംടൈംസ്. ഇവിടെ നമുക്ക് കാണാം ടീച്ചർമാർ തന്നെ പെയിൻറ്റ് ചെയ്ത പല ആർട്ട് വർക്ക്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് പെയിൻറ്റ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ക്രാഫ്റ്റ്സ് ഡൺ ബൈ ആർ പാസ്റ്റ് സ്റ്റുഡൻസ്. നേരത്തെ ബാച്ചുകൾ ചെയ്ത പല ക്രാഫ്റ്റ്സുകളും. ഇവിടെ തന്നെ സ്റ്റുഡൻസ് ആർ ഓൾസോ എൻഗേജ് ഇൻ മെനി ക്രാഫ്റ്റ്സ് ആൻഡ് ആർട്ട് ആക്ടിവിറ്റീസ്. പോട്ടറി, ക്രാഫ്റ്റുകൾ എല്ലാം ഇത് നമ്മുടെ ആർട്ട് ടീച്ചറാണ്, സോന ടീച്ചർ. ടീച്ചർ എന്തെങ്കിലും വാക്കുകൾ? സ്പെഷ്യൽ കോച്ചിങ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് സഹോദയ അങ്ങനെയുള്ള കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇവിടുത്തെ ഇവൻറ്റ്സിനെല്ലാം കുട്ടികൾ എല്ലാ കോമ്പറ്റീഷൻസും വെളിയിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്.
താങ്ക് യു. ക്ലാസ്സിൽ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. അവർക്ക് ക്ലാസ്സിന്റെ അകത്തിരുന്ന് ഉള്ള സ്റ്റഡീസിനേക്കാളും ബെറ്റർ ആർട്ട് റൂമിൽ വരാനാണ് ഒരു കുട്ടികളുടെ പ്രായത്തിൽ അക്കാഡമിക്സിനെക്കാളും കൂടുതൽ ആർട്ടിനോടും സ്പോർട്സിനോടും ഉള്ള ഒരു ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ടീച്ചർമാരെല്ലാവരും ഓരോ ക്ലാസ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് അനുസരിച്ച് കുട്ടികളെ സെലക്ട് ചെയ്യാണ് പല പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ആർട്ട് റൂം ഉണ്ട്. അത് കഴിഞ്ഞ് താങ്ക് യു ടീച്ചർ. ആർട്ട് റൂം എടുത്തായിരുന്നു? എടുത്തു. അല്ല കുഴപ്പമില്ല. ഇത് നമ്മുടെ ഓപ്പൺ ഗാലറിയാ. ഇതിൽ നമ്മുടെ സ്കൂളിൽ കുഞ്ഞു കുട്ടികൾ വരച്ച കുറച്ച് പടങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു തീമിനെ ബേസ് ചെയ്താണ് ഇത് ഇട്ടേക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലെ പിക്ചേഴ്സ് മാറ്റാറുണ്ട്. ഇപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിരുന്നു തീം. എൻവയോൺമെൻറ്റും അത് റിലേറ്റഡ് ഫോട്ടോസാണ്. എല്ലാം നമ്മുടെ കുഞ്ഞു കുട്ടികൾ വരച്ചതാണ്. ഇപ്പോൾ കൾച്ചറലി റെലവൻ്റ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ മോസ്റ്റ്ലി വി യൂട്ടിലൈസ് എവറി സിംഗിൾ ഡേ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് വേൾഡ്. എന്ത് ചെറിയ ഇവൻ്റ് ആണെങ്കിൽ പോലും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാം, മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് കുറേ ചെറിയ ചെറിയ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരു ഓപ്പൺ ഗാലറി. ഇനി ഡാൻസ് റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡാൻസ് റൂം. ഇപ്പോൾ ഇവിടെ കുട്ടികളില്ല, എന്നാലും നമ്മുടെ കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങുന്നത് നമ്മുടെ ഡാൻസ് പീരീഡ് കൊണ്ട് തന്നെ ആയിരിക്കാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ആദ്യമായി ഡാൻസ് പഠിക്കാൻ തോന്നിയത് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തേക്കുള്ള ഡാൻസ് പീരീഡ് കൊണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ലൈനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ച് പതുക്കെ അത് ആഴ്ചയിൽ ഒരു ഡാൻസ് പീരീഡേ ഉള്ളൂ. പക്ഷെ ആ ഒരു പീരീഡിന് വേണ്ടി നമ്മൾ ഒരു ഫുൾ വീക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു ലോങ്ങിങ്, ദാറ്റ് ഈസ് വാട്ട് മേക്സ് അസ് മോർ ഇൻട്രസ്റ്റഡ് ടു ഡാൻസ്. അത്രയ്ക്ക് ഇത് ഇവിടെ തന്നെ പല ജസ്റ്റ് ഒരു ക്ലാസിക്കൽ ഫോമിൽ മാത്രമായിട്ട് കൺഫൈൻഡ് അല്ല നമ്മുടെ ഡാൻസ്. നമ്മൾ വെസ്റ്റേൺ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ക്ലാസിക്കൽ ഡാൻസസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീച്ചർ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുമുണ്ട്. ഇനി നമുക്ക് മ്യൂസിക് റൂം. ഇത് നമ്മുടെ മ്യൂസിക് റൂം. കുറച്ച് റെനോവേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടേക്കാം. അതെ, കുട്ടികൾക്ക് കൂടുതൽ കുട്ടികൾക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വരുമ്പോൾ അതിൽ തന്നെ കുറേ ഇന്നോവേഷൻസ് കൊണ്ടുവരണമല്ലോ. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കുട്ടികളെ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള പല രീതികളിലും സ്കൂള് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റൂം. ഇത് തൽക്കാലം ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് സ്പെയർ ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്. അല്ലാതെ റൈറ്റ് നൗ യൂസ് ചെയ്യുന്നതെല്ലാം സ്റ്റോർ ചെയ്യുന്ന വേറൊരു റൂമുണ്ട്, അത് വഴിയെ കാണിച്ചു തരാം. ഇവിടെ തന്നെ നമുക്ക് ടേബിൾ ടെന്നീസിൻ്റെ ടേബിൾ ഉണ്ട്. നമ്മൾക്ക് ജേഴ്സി ഒക്കെ വിതരണം ചെയ്യുന്ന ഈ റൂമിൽ നിന്നാണ്. ടീച്ചർമാർ പൊതുവെ റെസ്റ്റ് എടുക്കുന്ന, അവർക്ക് ഫ്രീ ആയിട്ടുള്ള പീരീഡ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അറിയാമല്ലോ, എപ്പോഴും ഓട്ടമായിരിക്കും. അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വളരെ അപൂർവം പീരീഡ് അവർ ചിലവഴിക്കുന്നതും ഇവിടെ തന്നെ. നമ്മൾ വോളണ്ടിയർ ചെയ്തല്ലേ ചിന്ന ലോൺസ്? പഠിച്ചു. അതെ, നമ്മുടെ നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ നന്നായിട്ട് ട്രെയിൻ ചെയ്തു. നമ്മൾ വോളണ്ടിയേഴ്സ് ആയിരുന്നു എന്നുള്ളൊരു അഭിമാനമുണ്ട്. നമ്മളുടെ ബാച്ചാണ് വോളണ്ടിയർ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കൂടെ പഠിച്ച പലവരും പങ്കെടുത്തായിരുന്നു. അതെ, കപ്പ് കിട്ടിയതിൽ വളരെ അഭിമാനമുണ്ട്. 14 വർഷങ്ങൾക്ക് ശേഷം. 14 വർഷം. അതെ. യെസ്. ഇതാണ് നമ്മുടെ ശാസ്ത്രഭവൻ. ഇത് പുതുതായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് നമ്മുടെ റോബോട്ടിക്സ് ലാബും ഫിസിക്സ് കെമിസ്ട്രിയുടെ പുതിയ ലാബും എല്ലാം വരുന്നത്. ഉള്ളിലേക്ക് പോവാം. സ്റ്റിൽ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബിക്കോസ് ഒരു സഡൻ ചേഞ്ച് ആയിരുന്നു. നമ്മുടെ സ്കൂള് തുടങ്ങിയ ഉടനെ തന്നെ കണ്ട ഒരു പുതിയ ബിൽഡിംഗ് ആണിത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നതാണ്. വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം കണ്ടത് മേളില്ല റോബോട്ടിക്സ് ലാബ്. നല്ല തണുപ്പുണ്ട്. ഇവിടെ നമ്മുടെ റോബോട്ടിക്സ് ലാബ് നമ്മുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ലാബും കൂടെ. സീനിയർ ലാബ് നമ്മുടെ പഴയ ബിൽഡിങ്ങിൽ തന്നെ. പട്ടി റോബോട്ടൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവന്ന ഒരു റോബോട്ട്. ഇതാണ് നമ്മുടെ റോബോട്ടിക്സ് ലാബ്. ഇതാണ് നമ്മുടെ റോബോട്ടിക്സ് ലാബ്. ഇനോഗ്രേറ്റഡ് റോബോട്ടിക്സ് ലാബാണ്. ഇവിടെ നമുക്ക് ടെക്കോസ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിർമ്മിച്ച ഒരു ലാബാണിത്. ഇവിടെ ടെക്കോസയിൽ നിന്നുള്ള തന്നെ ഒരു 2 എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് എഡ്യൂക്കേറ്റേഴ്സ് ഇവിടെ പഠിപ്പിക്കാറുണ്ട്.
ഇതാണ് നമ്മുടെ റോബോട്ടിക്സ് കിറ്റെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഷെൽഫ്. ഇവിടെ തന്നെ പലതരം എക്യുപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഒർഡിനോ, നാനോ, ഊനോ അങ്ങനത്തെ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് മോഡ്യൂൾസ് ഒത്തിരി ഉണ്ട്, ഹാപ്റ്റിക് സെൻസേഴ്സ്, ഒത്തിരി കോമ്പോണൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ മൈൻഡിൽ നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിക്കാം, നമുക്ക് എങ്ങനെയൊക്കെ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റാം, എന്തൊക്കെ കോമ്പോണൻസ് മിക്സ് ചെയ്ത് എന്തൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെയുള്ളതിൻ്റെ ഇൻസ്പിറേഷൻ തുടങ്ങുന്നത് ഈ ഷെൽഫിൽ നിന്നാണ്. നമ്മൾ മെയിൻലി കുഞ്ഞായിരുന്നപ്പോൾ കമ്പ്യൂട്ടർ ലാബിൽ നമുക്ക് ഒരാളുടെ കൂടെ സിസ്റ്റം ഷെയർ ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ നോട്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ഇത്രയും സിസ്റ്റം ഒരുമിച്ച് ടു എലിമിനേറ്റ് ദാറ്റ് സോർട്ട് ഓഫ് പ്രോബ്ലം. അതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സിന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ സ്മാർട്ട് ക്ലാസ്സുമുണ്ട്. അപ്പോൾ ചോക്കും അതും ഇതുമെല്ലാം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ്. നമുക്ക് പതിയെ ബിൽഡിങ്ങിനകത്തേക്ക് പഠിത്തത്തിലേക്ക് കടന്നാലോ പോവാലോ. അങ്ങനെ നമ്മൾ എക്സ്ട്രാ കരിക്കുലേഴ്സ്, കോ കരിക്കുലേഴ്സിൽ നിന്ന് അക്കാഡമിക്സിലേക്ക് പോവാണ്. പക്ഷെ അവിടെ ഇപ്പോൾ സ്റ്റുഡൻസ് PE പീരീഡ് നടക്കുന്നത് കൊണ്ട് എല്ലാ അതെ അതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഗ്യാസ് ഒക്കെ ഉണ്ട്. ഇത് അല്ലല്ല LPG അല്ലേ? അതല്ല, ഫയർ ബക്കറ്റ് തീ പിടിക്കുവാണെങ്കിൽ ഇവിടെയുണ്ട്. നമുക്ക് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോറിലും ഒരു 2 ഫയർ എക്സ്റ്റിങ്വിഷർ പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ തന്നെ ഹോസ് ഉണ്ട്, ആക്റ്റീവ് വാട്ടർ സപ്ലൈ. നമ്മുടെ കെമിസ്ട്രി ലാബാണ്. കെമിസ്ട്രി ലാബിൽ നമ്മുടെ ക്ലാസ് ടീച്ചറാണ് സജിന ടീച്ചർ നമ്മളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ കെമിസ്ട്രി ലാബാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം 2 പീരീഡ് ഒരുമിച്ച് ഒരു കെമിസ്ട്രി ലാബ് സെഷനും ഉണ്ടാവാറുണ്ട്. ടീച്ചർ എന്തെങ്കിലും 2 വാക്കുകൾ കെമിസ്ട്രി ലാബിനെ പറ്റി നമ്മുടെ നമ്മുടെ എങ്ങനെയുണ്ട് ഇവിടെ, എങ്ങനെയുണ്ട് കുട്ടികളുടെ ഇൻട്രാക്ഷൻ, കുട്ടികൾ എങ്ങനെ കെമിസ്ട്രി എന്തെങ്കിലും കോമഡി സംഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ നടന്ന് കാണിച്ചാൽ മതി. ടീച്ചർ പറയണം, ഇൻട്രാക്ഷൻ വേണം ടീച്ചർ. ഇത് നമ്മുടെ ലാബാണ്. ഇവിടെ എല്ലാം കാണുന്ന ലാബ് എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മൾ 2 പേരും പേഴ്സണലി പെരുമാറിയിട്ടുള്ള പല എക്യുപ്മെൻറ്റ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്നത് കോൺസെൻട്രേറ്റഡ് അല്ലാത്ത ആസിഡ്സും ബേസസും ഒക്കെയാണ്. ഇത് ഇച്ചിരി പ്രശ്നമുള്ള ഏരിയ ആണ്. നല്ല കോൺസെൻട്രേറ്റഡ് ആസിഡ് ബേസസ് എല്ലാം ഇരിക്കും. ഇതിനകത്തും നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് കെമിക്കൽസ് ആണ്, നമുക്കൊരു ചെറിയ പോർഷനിലേക്ക് കൺഫൈൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസോടുകൂടി എല്ലായിടത്തും ആക്റ്റീവായിട്ട് റൺ ചെയ്യുന്ന ബൺസൺ ഫ്ലെയിം, എല്ലായിടത്തും ആക്റ്റീവായിട്ടുള്ള വാട്ടർ സപ്ലൈ എല്ലാം ഉണ്ട്. സോ ദാറ്റ് ദ സ്റ്റുഡൻസ് ക്യാൻ ടേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദിസ് ഫെസിലിറ്റി. സോ ഇത് നമ്മുടെ ലാബിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ്, എങ്ങനെ നമ്മൾ ലാബിൽ പെരുമാറണം. ബിക്കോസ് ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഞാനൊരു 5ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് കെമിസ്ട്രി ലാബിലേക്ക് കയറി വരികയാണ്. ഞാൻ എല്ലാം ഒന്ന് തൊട്ട് നോക്കണം. ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ആസിഡിന് സോർ ടേസ്റ്റ് ആണ്, ഒന്ന് നക്കി നോക്കിയാലോ എന്ന് വരെ തോന്നാറുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്. അതെ, അതൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. അതിന് മുന്നേ വരെ നമ്മൾ ആസിഡിന് സോർ ടേസ്റ്റ് അല്ലേ, ഒന്ന് നക്കി നോക്കാം. ബേസിനൊരു കയ്പ്പ്, അതൊന്ന് നക്കി നോക്കാം, എന്നാലേ അറിയത്തുള്ളൂ എന്നുള്ളൊരു വിചാരത്തിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും മനസ്സിലാവുന്നേ തൊട്ടാ പൊള്ളും. Say 2 words about something. We are 2 words about our school, your day, how your day was. How your day was? I want to talk. Yes. Do you want to talk? Nothing I want to talk. My day was so special today. നമ്മൾ സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സിൻ്റെ കൂടെ ഒരു കാഷ്വൽ ഇൻട്രാക്ഷൻ തന്നെയാണ് വെക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചർമാരായിട്ട് ക്ലോസ് ആണ്. ഇത് നമ്മുടെ തമിഴ് ക്ലാസ് റൂമാണ്. ഇവിടെ ആക്ച്വലി ആക്റ്റീവ്ലി ക്ലാസ് നടക്കുകയാണ്. കയറി നോക്കിയാലോ? നോക്ക് ചെയ്തേക്കാം. തമിഴ് ക്ലാസ് നടക്കുമല്ലോ. അല്ലേ? ആണോ?
ഇവിടെ തമിഴ് ക്ലാസ് അല്ല ആക്ച്വലി നടക്കുന്ന. ആക്ച്വലി നമ്മുടെ സ്കൂളിൽ ബുൾബുൾ, കബ്, സ്കൗട്ട്, ഗൈഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഹൈസ്കൂൾ സ്റ്റുഡൻസിന്, UP ടു ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഗേൾസിൻ്റെ സെക്ഷനാണ് ഗൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാസ് കണക്കാണ് PT. നമ്മുടെ PT റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് റാക്കറ്റ്സേ ഉള്ളൂ, കാരണം കുറേ റാക്കറ്റ്സും PT പീരീഡിന് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഫുട്ബോളിൻ്റെ സപ്ലൈ ഉണ്ട്, അകത്ത് ട്രാക്ക് ഇവൻറ്റ്സ്, ഫീൽഡ് ഇവൻറ്റ്സിനുള്ള ഓരോ എക്യുപ്മെൻറ്റ്സ്, ക്യാരം ബോർഡ്, ചെസ്, ലൂഡോ എല്ലാം ഉണ്ട്. യെസ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മളുടെ സ്വർഗം എന്ന് പറയാം, അല്ലേ? ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫ്ലാഷ് ബാക്ക്. ഇപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത പീരീഡിലേക്കുള്ള ഒരു ട്രാൻസിഷന്റെ ബഹളമാണ് ഈ കാണുന്നത്. ഇത് 2D ക്ലാസ് ആണ്. ഇവിടെ തന്നെ നമുക്ക് പഠിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കാലം ഓർമ്മ. ശരിയല്ലേ, നമ്മൾ LP നിന്ന് UPയിലേക്ക് പോയതും UPയിൽ നിന്ന് HS പോയതും അവിടുന്ന് HSSലേക്ക് പോയതൊരു മേജർ ട്രാൻസിഷൻ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പഠിച്ച ക്ലാസ്സില്ലേ ഇത് പണ്ട് 1D ആയിരുന്നു. അതെ, ആനി ടീച്ചർ. നമ്മൾ ഈ പണ്ട് ക്ലാസ്സിൽ ഇരുന്നപ്പോഴൊക്കെ നമ്മളത് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട്. പുറത്തിറക്കി നിർത്തുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള എല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കൈവക്കി നിർത്തുക, താഴെ ഇരുത്തുക. വലുതായി കഴിഞ്ഞാൽ പിന്നെ ടീച്ചർമാർ നമ്മളോട് ഒരു കാഷ്വൽ ടച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ചുകൂടെ ക്ലാസ്സിനകത്തിരിക്കാൻ തുടങ്ങിയല്ലേ. ഇവിടെ സ്മാർട്ട് ക്ലാസ്സിൽ എന്തോ വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്നേക്കാളും എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്മാർട്ട് ക്ലാസ്സിൽ വീഡിയോ ഇട്ടായിരുന്നു. നമ്മളിപ്പോഴും ടീച്ചർമാരോട് അടികൊടും, പ്ലീസ് ടീച്ചർ ഒരു വീഡിയോ. കണ്ടോ, കുട്ടികൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അവർക്ക് ക്വിസ് ഇട്ട് തരും. നമ്മുടെ ഫേവറേറ്റ് പാർട്ട് അതായിരുന്നു. ഒന്നെങ്കിൽ ആനിമേഷൻ എന്തെങ്കിലും വീഡിയോസ്, അല്ലെങ്കിൽ ക്വിസ്. നമുക്ക് മുകളിലോട്ട് പോയാലോ? അതെ, അവിടെ ഫ്രീ ഹാൻഡ് എക്സസൈസ് നടക്കുക. നമ്മൾ PT പീരീഡ് കളിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നേരം ഫ്രീ ഹാൻഡ് എക്സസൈസ് ചെയ്യിക്കും. നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഒന്നാം ക്ലാസ് മുതലേ ചെയ്യുക. ഇതെങ്ങനെയെങ്കിലും തീരാൻ വെയിറ്റ് ചെയ്യും, എന്നാലും കളിച്ചു തുടങ്ങാൻ പറ്റും. അതെ, ടീച്ചർ ടീച്ചർ ഫ്രീ ഹാൻഡ് എക്സർസൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഫ്രീ ഹാൻഡ് എക്സസൈസ് കഴിഞ്ഞപ്പോ അവര് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവര് PT റൂമിൽ അത് എടുക്കാൻ ഓടുന്ന ഓട്ടമാണ് കാണുന്നത്. സന്തോഷവും ബഹളവും എല്ലാം ഉണ്ട്. ഇത് നമ്മളുടെ സ്വാമിജിയെ പൂജിക്കുന്ന, കൃഷ്ണനെ പൂജിക്കുന്ന, എന്നും രാവിലെ നമ്മളുടെ ആൻറ്റിമാരിൽ ഒരാൾ വന്ന് ദീപം തെളിയിച്ച് തൊഴുതിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാ ടീച്ചർമാരും പഞ്ച് ചെയ്യുന്നതിന് മുന്നേ വന്ന് തൊഴുതിട്ടാണ് സ്വന്തം ക്ലാസ്സിലേക്ക് വരെ പോകുന്നത്. നമുക്കപ്പോൾ മോളോട്ട് പോകാം. ഞാൻ അപ്പുറത്ത് കിടന്നുണ്ട്. ചിന്മയ വിഷൻ പ്രോഗ്രാം ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ CVP കോൺസെപ്റ്റ്സ് ആണ്. നമ്മളുടെ ചിന്മയ മിഷൻ്റെ കുറേ ഐഡിയോളജീസ്, ഫിലോസഫീസ്, അതെല്ലാം കുറേ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സബ്ജക്റ്റിൻ്റെ രൂപത്തിൽ എല്ലാ ക്ലാസ്സിലും 10th വരെയും പഠിപ്പിക്കുന്നുണ്ട്. സോ ഇത് നമ്മളുടെ പ്രിൻസിപ്പൽ മാം, വൈസ് പ്രിൻസിപ്പൽ മാം എല്ലാം ഇരിക്കുന്ന റൂമാണ്. ഇവിടെ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള പല അവാർഡ്സ് ഇരിപ്പുണ്ട്. ആൻഡ് സോ നമുക്ക് മാമിനെ കാണാം, കുറച്ച് സംസാരിക്കാം. Ma'am, may we come in? Yeah. Hari Om, ma'am. Hari Om, ma'am. How are you doing today, ma'am? Fine. So what's happening lately in our Vidyalaya? Lately,
Now exams are over, parents are coming and meeting me. The usual As after usual exam after scenario. exams, no? What I will do that the process is going on. Yes. Still I'm just some of the parents told me that the afternoon they will come, and I'm just waiting for them. So it's just a tiring work. Yeah, from the I had not it's hectic work. You enjoy coming with us for a school trip? Yeah. You enjoyed it. We were absent. You We were didn't absent. attend it. Yes. Yes. Why? No, we had some other. Yes. Okay. Anyway, I enjoyed it. Nice trip. So next year. Yes, definitely last year. So we are actually doing a school tour so Okay. that we can show other aspiring students who wish to come to this Vidyalaya that this is our school, this is the reality of our school. Our school is just as glorious Yeah. as you could ever imagine. And so, So you came here also. yes, so that we can introduce our respected principal ma'am. Okay, thank you. So just go on. Yes, Go and just show how our school is. yes. Thank you so much, Okay, ma'am. thank you. Excuse me, ma'am. We are in the middle of our school tour, so we just wanted to talk to you. How was your day, ma'am? Fine, very good day. Yes. You are teaching chemistry in high school. Yes. How are they with you? You know what is chemistry? Yes. Usually children are asking, teacher, why you took chemistry? Such question they are asking, but quite interesting. Yes. Here the children as well as the classes are very interesting and enjoy. Personally, chemistry is one of my favorite Oh, subjects. that's good. So we will continue with our school tour now. Okay, you can go ahead. Yes, Enjoy. thank you so much, ma'am. സോ ഇത് നമ്മുടെ 12th കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ക്ലാസ് ആണ്. ഇവിടെ നമ്മളുടെ എൻ്റെ മാർക്കറ്റിംഗ് ടീച്ചർ നിമ്മി ടീച്ചർ പഠിപ്പിക്കുകയാണ് 10th ക്ലാസ്. ഇപ്പോഴത്തെ നമ്മളുടെ പണ്ടത്തെ ഇവിടെ പണ്ട് ജൂനിയർ കമ്പ്യൂട്ടർ ലാബ് ഇവിടെ ആയിരുന്നു. ഇപ്പം ഇത് നമ്മൾ IT AI ക്ലാസ്സസ് യൂസ് ചെയ്യാറുണ്ട്. ഓപ്ഷണൽ വരുന്ന സബ്ജക്ട്സിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് യൂസ് ചെയ്യുന്ന നമ്മൾ ലിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് കയറണമെങ്കിൽ കാലോ കയ്യോ ഒക്കെ ഓടിക്കേണ്ടി വരും. ടീച്ചർമാർ ആക്റ്റീവ്ലി യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് ടീച്ചർമാരെ അറിയിക്കുകയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാബിലേക്ക് പോയാലോ? ലാബിലേക്ക് പോവാം നമുക്ക്. നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ കോറിഡോഴ്സിലും ഈ ഒരു കോട്ട് വെച്ചിട്ടുണ്ടല്ലേ? നമ്മുടെ സ്വാമിജി പറഞ്ഞ ഓരോന്നും കോട്ട് ചെയ്ത് ചാണക്യ, വിവേകാനന്ദ സ്വാമി, സ്റ്റെയർ കേസിൽ യെസ്, സ്വാമിജി പറഞ്ഞില്ല ഇഫ് യു റെസ്റ്റ് യു റെസ്റ്റ്. അതെ, എല്ലാം സ്റ്റെപ്പ് കയറാൻ മടി വേണ്ടെന്ന് ഉദ്ദേശിച്ചതാ. പോസിറ്റീവായിട്ട് നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണ്ടേ നമ്മൾ. ഒരിക്കലും പെസിമിസ്റ്റ് ആവാൻ പാടില്ല. അതെ അതെ. ഇൻഫർമേഷൻ ഒപ്പിക്കാനുള്ള ബോർഡൊക്കെ ഉണ്ട്. ഇവിടെയും CVP നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ ഒന്നുകൂടെ കുട്ടികളെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് ഇവിടുത്തെ ഫ്ലോറിലെ കുട്ടികളെ കാണിക്കാൻ വേണ്ടി അവർ പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോർഡും കൂടെയാണ്. ഇത് നമ്മുടെ കൗൺസിലിംഗ് റൂമാണ്. നമുക്കൊരു വെൽനസ് ടീച്ചർ അവൈലബിളാണ്. ഇപ്പോൾ ഇല്ല, ടീച്ചർ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ടീച്ചറിന് പീരീഡ് അലൗട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാനിട്ട് ഫ്രീ ഉള്ളപ്പോൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. വളരെ കംഫർട്ടബിളാണ് ടീച്ചറിനോട് സംസാരിക്കുമ്പോൾ. അതെ, എനിക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭയങ്കര രോഷാകുലമായ പ്രശ്നം വേണമെന്ന് തന്നെ ഇല്ല. നമുക്ക് ചെറിയൊരു മൈനർ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പോലെ ടീച്ചറിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ടീച്ചർ അത് വളരെ സൗമ്യമായി നമ്മുടെ ഫ്രണ്ടിനെ പോലെ തന്നെ ടീച്ചർ അതിനെ ട്രീറ്റ് ചെയ്യും. ലാബ് പോവാം. ലാബ്, കമ്പ്യൂട്ടർ ലാബ്. നമ്മളുടെ സീനിയർ കമ്പ്യൂട്ടർ ലാബ്, നമ്മൾ സീനിയേഴ്സിന് വേണ്ടി ഉള്ള ലാബാണ്. ഇവിടെ ഇപ്പോൾ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും സിസ്റ്റംസ് ഉണ്ട്. ആൻഡ് ഇതിപ്പോൾ ഐ ഗെസ് ഫ്രീ പീരീഡ് ആണ് എന്ന് തോന്നുന്നു, അറിയില്ല. ഹായ്, എത്രാം ക്ലാസ്സിലാണ്? 7th ക്ലാസ്സിലെ കുട്ടികളുടെ കമ്പ്യൂട്ടർ സയൻസ് പീരീഡ് ആണോ? അല്ലേ, ഫ്രീ പീരീഡ് ആണോ? സബ്സ്റ്റിറ്റ്യൂഷൻ ആയപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഡ്യൂക്കേറ്റർ കുട്ടികളെ കൊണ്ടുവന്നതാണ്. ആൻഡ് കമ്പ്യൂട്ടർ ലാബ് എല്ലാവർക്കും ഇഷ്ടമാണോ? ഓക്കെ,
നമ്മളുടെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ടീച്ചർമാരെല്ലാവരും തിയറി ലെസൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലാണ്. ടീച്ചർ എങ്ങനെയുണ്ട് ടീച്ചറിൻ്റെ ദിവസം ഇന്ന്? സബ്സ്റ്റിറ്റ്യൂഷൻ കുട്ടികൾ ഭയങ്കര ബഹളമാണോ? ഇല്ല, അവർക്ക് ആക്ടിവിറ്റി ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ടീച്ചർ. ബൈ ഗൈസ്. സീനിയേഴ്സ് ആണ്, അതുകൊണ്ട് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ട്. നമ്മൾ ലാബിൽ പണ്ട് മുതലേ ശീലിച്ച നല്ല വഴക്ക് കിട്ടും ചെരുപ്പൂരിയിലെങ്കിൽ. ഇവിടെ എങ്ങാനും ഇതൊക്കെ ടീച്ചർമാർ കാണുകയാണെങ്കിൽ നല്ല വഴക്ക് കിട്ടും. ഇത് നമ്മുടെ ഫിസിക്സ് ലാബ്. ഇതാണ് നമ്മുടെ ഫിസിക്സ് ലാബ്. ഫിസിക്സ് പീരീഡ് ഇഷ്ടമല്ലെങ്കിലും നമുക്ക് ലാബ് ഇഷ്ടം. അതെ, നമുക്ക് അത് ലാബ് അത്രയും പാടും തന്നെയാണ്. എന്നാലും ടീച്ചർമാർ പറഞ്ഞു തരുന്ന രീതി കുറച്ചുകൂടെ എളുപ്പമാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല പല സംഭവങ്ങളുണ്ട്. ശരിക്കും ഫിസിക്സ് ലാബ് നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ളത് ഈ 11th തുടങ്ങിയപ്പോഴല്ലേ. അതിന് മുന്നേ ആ മീറ്ററൊക്കെ ചുമ്മാ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് നമ്മൾ ഇത്രയും സ്കെയിൽ ചെയ്യും, അങ്ങനെയൊക്കെ കാണിക്കാനായിരുന്നു. 11th തുടങ്ങിയതിന് ശേഷം ഫിസിക്സ് ലാബ്, കെമിസ്ട്രി, ബയോളജി മൂന്നിൻ്റെയും ലാബ് പീരീഡ്സ് നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതായി തുടങ്ങി. മാർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ തന്നെ നമുക്കിപ്പോൾ ഇത് റിയോസ്റ്റാറ്റ്. ഓക്കെ, നമ്മൾ ഇത് നൈസായിട്ടൊന്ന് തുറക്കാം. ഇവിടെ നമ്മൾക്ക് ഹെലിക്കൽ സ്പ്രിങ്ങിന് വേണ്ടിയുള്ള വെയിറ്റുകളുണ്ട്, വെർണിയർ കാലിപ്പേഴ്സ്, മൈക്രോമീറ്റർ, സ്ക്രൂ വാഷ്, ഇതൊക്കെയുണ്ട്. ഇവിടെ നമ്മൾക്ക് അതുണ്ട്, കാലറി മീറ്റർ ഉണ്ട്. അങ്ങനത്തെ പല പല നമുക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള സ്റ്റോപ്പ് വാച്ച് വളരെയധികം ഉണ്ട്. എല്ലാം ഉണ്ട്, നമ്മൾ ഉപയോഗിച്ച് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. പലതൊക്കെ അടുത്ത കൊല്ലത്തൊക്കെ ആയിരിക്കും. അതെ അതെ ആയിരിക്കും. പിന്നെന്താ, അതേപോലെ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഡെസ്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലാബ് സെഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഇവിടെ എല്ലായിടത്തും പവർ സോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ആക്റ്റീവ്ലി, ഇപ്പം നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ല, കുറച്ച് ഇലക്ട്രിസിറ്റി ഒക്കെ സേവ് ചെയ്യാമല്ലോ. അങ്ങനെ പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി സയൻസ് നമ്മൾ ഇപ്പോൾ സ്റ്റോഗോ ഫെസ്റ്റ് ഹെൽഡ് ചെയ്തില്ലായിരുന്നു, അപ്പോഴും നമ്മൾ ഇവിടെ വെച്ചായിരുന്നു ഈ ഇലക്ട്രിക്കൽ വർക്കിംഗ് മോഡൽസ് ഇവിടായിരുന്നു. വർക്കിംഗ് മോഡൽസ്, ഇലക്ട്രിസിറ്റി വേണ്ട എല്ലാം ഫിസിക്സ് ലാബിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും എവിടെ പോവാം? ബയോളജി പോവാം. സെക്കൻഡ് ഫ്ലോർ, 5ാം ക്ലാസ്സിൽ ഞാൻ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. നമ്മുടെ ക്ലാസ് സെക്കൻഡ് ഫ്ലോറിലേ. 11th 5th എല്ലാം കുറേ ക്ലാസ്സുകളും സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ്. നമ്മുടെ ബയോ ലാബ് അതിന് കാണിച്ചു തരാൻ പോകുന്നത്. സ്കെലിറ്റൻ്റെ തലയുണ്ട്. എന്തിൻ്റെ തല? സ്കെലിറ്റൻ്റെ തല. ഉണ്ട് ഉണ്ട് ഉണ്ട്. ടീച്ചർ സ്കൂൾ ടൂറിൻ്റെ ഭാഗമായിട്ട് ബയോളജി ലാബ് ഒന്ന് കണ്ടോട്ടെ. അല്ല ഒരു കുഴപ്പമില്ല. സോ ഇപ്പോൾ തമിഴ് സെഷൻ നടക്കുകയാണ്. സോ തമിഴ് ക്ലാസ് ഇവിടെ നടക്കുകയാണ്. ബിക്കോസ് ബയോളജി ലാബ് ബയോമാത്സ് സ്റ്റുഡൻസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു റൂമാണ്. അതുകൊണ്ട് തന്നെ അധികം സ്റ്റുഡൻസ് ഇവിടെ വരാറില്ല. അതുകൊണ്ട് ഇതേപോലത്തെ വേറെ സബ്ജക്റ്റുകളിലെ ടീച്ചർമാർക്ക് എന്തെങ്കിലും ഒരു പുതിയ സ്പേസിലിരുന്ന് പഠിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാം. ഈ സാധനത്തിന് എന്താ പറയുക, ഇതിന് എന്തിനിട്ട് വെച്ചേക്കുന്നത്? ഈ സാധനത്തിന് എന്താ പറയുക? ഫോർമാൻ. അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ എന്താണിത്, പല്ലിയുണ്ട്, ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. സ്കെലിറ്റൻ്റെ തല. ഇവിടെ ഇപ്പോൾ താഴെ അത് തുറക്കാൻ പറ്റൂല. ഇത് മറ്റേ എലി. അതെ, മറ്റേ എലി. തല അവിടെ. നമ്മൾ ശരിക്കും ആസ് 11th graders നമ്മൾ ശരിക്കും ഇതിനെ പറ്റി പഠിക്കുന്നതേ ഉള്ളൂ. ബിക്കോസ് അക്കോർഡിംഗ് ടു ലോ നമുക്കിതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറെ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ്. 11th ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാ പ്രാക്ടിക്കൽ പീരീഡ്സും നമ്മളും മൈക്രോസ്കോപ്പ് ആയിട്ടാണ്. മൈക്രോസ്കോപ്പ് എടുക്കുക, ഒരു സാമ്പിൾ എടുക്കുക, അത് നോക്കുക, ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇനി 12th വേറെ വല്ലതും ആയിരിക്കും, പറയാൻ പറ്റില്ല. ഹരിയോം ടീച്ചർ എങ്ങനെയുണ്ട്? ടീച്ചറിൻ്റെ ദിവസം എന്ത് വേണമെങ്കിലും പറഞ്ഞോ ടീച്ചർ, കുഴപ്പമില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല കുട്ടികളാണ്, നല്ല എന്താ പറയുക, നമുക്ക് ഓക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ. വേറെ പ്രശ്നമില്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന കുട്ടികളൊക്കെ ഞങ്ങളുടെ കുട്ടികളാണല്ലോ. അവിടെ ഇന്നൊരു പ്രോഗ്രാമാണ്, തമിഴ് ഗൈഡിൻ്റെ ക്ലാസ് നടക്കുന്നതുകൊണ്ട് കുട്ടികളെ ഇന്ന് കൊണ്ടുവന്നു.
അല്ലെങ്കിൽ ഇവിടെ അല്ല, തമിഴ് റൂം തനിയായിട്ടുണ്ട്. ഇന്ന് അവിടെ വേറെ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് വേറെ ഇവർക്കൊരു പുതിയ അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ. ഇവർ ചോദിക്കുകയാണ് ഇത് ഏത് സ്ഥലമാണെന്നൊക്കെ ചോദിക്കുന്നു. സ്കെലിറ്റന്റെ തല കണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടു പുതിയ ക്ലാസ്. നമ്മൾ ഒരു സെറ്റ് ഓഫ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ഒരു പുതിയ സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ എന്താ ഒരു ക്യൂരിയോസിറ്റി വരും എന്ന് പറയുന്നത് ശരിയാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്കായിരുന്നു. ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അത് കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്. പുതിയ സ്ഥലം കാണുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ ചുറ്റുപാട് നോക്കുകയാണ്. ഇത് എന്താണെന്നൊക്കെ നോക്കി കണ്ടതിന് ശേഷമാണ് പഠിക്കുന്നത്. എന്തായാലും അവർക്ക് ഇന്ന് ഹാപ്പിയാണ്. സ്ഥിരം ഇരിക്കുന്ന ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിൽ വന്നത്. ഹായ്, എല്ലാവരും എത്ര ക്ലാസ്സിലാണ്? സ്റ്റാൻഡേർഡ്. ഓക്കെ, ടാറ്റാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പണ്ട് ഞാൻ 5Dയിലായിരുന്നു. ഐ ഗസ് തീർത്ത 5A or C ആയിരുന്നില്ലേ? ഓ ശരിയാ, ഞാൻ ഇരുന്ന ക്ലാസ് ഇതാണ് 5D. ഇവിടെയാണ്. ഇപ്പോൾ അത് 5A ആയി. ഇടയ്ക്കിടയ്ക്ക് ഡിവിഷൻസ് മാറ്റാറുണ്ട്, കാരണം പുതിയ ബിൽഡിംഗ് വന്നു, കുറേ ക്ലാസ്സസ് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെയും ഇവിടെയും ചില ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അതെ, PT എന്തോ എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ ലാബിലേക്ക് പോയതാണ്. അത്രയും നമുക്കറിയാവൂ, ഒന്നും അറിയാൻ വഴിയില്ല. സോ നമുക്ക് നമ്മുടെ ക്ലാസ് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്താ ഇവിടെ ബെല്ല് അടിക്കായിരുന്നില്ല ആൻറ്റിമാർ. ഇപ്പൊ അത് ഇലക്ട്രിക് ബെല്ലായി. എല്ലാ ക്ലാസ്സിലും, ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ പ്രിൻസിപ്പൽ മാം അനൗൺസ് ചെയ്യുന്നത് കേൾക്കാനുള്ള സ്പീക്കറും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സാണ് ഇത്. നമ്മളുടെ വൺ ഓഫ് ദി സ്റ്റാഫ് റൂംസ് ആണ്. പണ്ട് ഇതൊരു ക്ലാസ് റൂം ആയിരുന്നു, പക്ഷേ പുതിയ ബിൽഡിംഗ് വന്നതിന് ശേഷം പല ക്ലാസ് റൂമുകളും സ്റ്റാഫ് റൂമാക്കി മാറ്റി. ടീച്ചർമാർക്ക് കുറച്ചുകൂടെ ടീച്ചർ നമ്മളുടെ ഫിസിക്കൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറാണ് ശരണ്യ ടീച്ചർ. ടീച്ചറിൻ്റെ ദിവസം എങ്ങനെയുണ്ട്? ഓ ഹാപ്പി. നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് എപ്പോഴും ഹാപ്പിയാണ്. ഇപ്പോൾ ടീച്ചറിന് ഇപ്പോൾ ഫ്രീ പീരീഡ് നടക്കുകയാണോ? ഓക്കെ, യെസ്. മാർക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, മാർക്ക് എൻട്രി കഴിഞ്ഞ വിഷയം. ഓക്കെ ടീച്ചർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ എല്ലാ ടീച്ചർമാർക്കും, ഓൾമോസ്റ്റ് എല്ലാ ടീച്ചർമാരും ഓക്യുപ്പൈഡ് വിത്ത് ക്ലാസ്സസ് ആണ്. ശ്രീജിത ടീച്ചർ, അർച്ചന ടീച്ചർ, ജോഗ്രഫി ടീച്ചർ. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചർമാരും ഓക്യുപ്പൈഡ് വിത്ത് ക്ലാസ്സസ് ആണ്. അല്ലാതെ അവർ ഇരിക്കുന്ന സമയം വളരെ അപൂർവമാണല്ലോ. ടീച്ചർ ഹരിയോം ടീച്ചർ, നമ്മൾ സ്കൂൾ ടൂറിൻ്റെ ഭാഗമായിട്ട് എല്ലാ ടീച്ചർമാരെയൊക്കെ കണ്ട് പിന്നെ സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ നമ്മുടെ ക്ലാസ് ഇന്ന്? പിന്നെ സൂപ്പർ ക്ലാസ് അല്ലേ, നല്ല കുട്ടികളാണ്, നല്ല റെസ്പോൺസ് ഉണ്ട് നല്ലതായിട്ട്. ഇപ്പോൾ ടീച്ചറിന് ഇന്ന് ദിവസം നല്ല ജോളിയായിരുന്നു. അതെ, തീർച്ചയായും. ഇത് ഏത് ചാപ്റ്റർ ടീച്ചർ? പ്രോബബിലിറ്റി, അയ്യോ, ഡേറ്റ ഹാൻഡ്ലിംഗ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ചാപ്റ്ററായിരുന്നു. നല്ല ചാപ്റ്ററാണ്, പേഴ്സണലി പാടായിട്ട് തോന്നിയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇത് 8th സ്റ്റാൻഡേർഡാണ്. ടീച്ചറിൻ്റെ ക്ലാസ് അല്ലേ ഇത്? അതെ, ടീച്ചറാണ് ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചർ. ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട് മാത്സ്? സത്യം പറയണം, കൊള്ളാവോ മാത്സ്? ടാറ്റാ ഗായ്സ്. ടീച്ചർ താങ്ക് യു. ഈ ഒരു ഫയർ ഹൈഡ്രന്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ബോധമില്ലായ്മ ലെവൽ വെച്ചിട്ട് എൻ്റെ തല പല തവണ ഇത് ഇടിച്ചിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ പിടിച്ച് തിരിക്കാൻ തോന്നാറുണ്ട് ഈ സാധനം. പക്ഷെ വഴക്കിട്ടെന്നുള്ളത് ഇത് നമ്മുടെ ക്ലാസ് 11B സൂളജി പീരീഡ്. അതെ, സ്കൂൾ ടൂറിന്റെ ഭാഗമായി വന്നതാണ്. അല്ല ടീച്ചർ, എനിക്കൊന്നും പറയാനില്ല. ടീച്ചർ എന്താ ടീച്ചർ പഠിപ്പിക്കുന്നത്? ടീച്ചർ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത്? ക്ലാസ്സിലാണെന്നേ ഉള്ളൂ, എനിക്കൊന്നും മനസ്സിലാവും. ഒന്നും മനസ്സിലാവാറില്ല, ഒരു ക്ലാസ്സിലും കാണാറില്ല. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. അതെ, മോട്ടിവേറ്റ് ചെയ്യേണ്ട ടീച്ചർ.
മൈക്കില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇല്ലതായില്ലേ? ഇത് നമ്മുടെ ക്ലാസ്സാണ്. നമ്മൾ അവിടെ ഇവിടെ എല്ലായിടത്തും ഇരിക്കാറുണ്ട്. അങ്ങനെ സ്ഥിരമായി സ്ഥലമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഹായ് ഗൈസ്. വളരെ ഇൻട്രാക്റ്റീവ് ക്ലാസ്സാണ്. അല്ല, നമ്മൾ എക്സ്ട്രാ കരിക്കുലേഴ്സിൽ ഭയങ്കരമായി മുഴുകിയിരിക്കുകയാണ്. പക്ഷെ അക്കാഡമിക്സും പിടിക്കാറുണ്ട്. ഉണ്ട്. യെസ്. ഇതൊക്കെ പുറത്തേക്ക്. So we are here on the part of our school tour. Just wanted to talk to you, interact to you. Yes. How was your day? It's fine. Fine. Nice day. As usual. I'm very happy all the days. You also is very happy. You are teaching computer science to them. Yeah, I'm teaching computer science to 11A. How do you feel about Very happy. Very nice students. They're very cooperative and they're very eager in learning programming also. So I feel satisfied when I teach them. That's it. Thank you. Thank you so much. ഒരാളെ പിടിച്ചു കണ്ടു കാണുമെന്തോ ശിവനെ. ഗൈസ്, അവളുടെ പേര് പറയുന്നില്ല, നാണക്കേടാവും. നമ്മളുടെ വൈസ് പ്രിൻസിപ്പൽ മാം ആണ് എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മളോട് എല്ലാവരോടും ഈവൻ പ്രിൻസിപ്പൽ മാം തന്നെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീൽ വെരി യെസ്. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളുടെ സെക്കൻഡ് ഹോം തന്നെയാണിത്. നമുക്കപ്പോൾ കോൺഫറൻസോട് പോകല്ലേ? ഈ വിഴുപ്പം ലൈബ്രറി കൂടെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോറിലും ഐ ഗെസ് വാഷ്റൂം ബ്ലോക്സ് ഉണ്ട്. അതെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ലൈബ്രറി ഇവിടെ. യെസ്. പണ്ട് ഇവിടെ ഒരു ക്ലാസ് റൂമും ലൈബ്രറി ആയിരുന്നു. പക്ഷെ പിന്നെ അത് മാറ്റി എൻ്റയർലി ലൈബ്രറി ആക്കുകയാണ് ചെയ്തത്. ലൈബ്രറി. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡൊണേഷൻ ഷെൽഫ്. ഇതിലുള്ള എല്ലാ ബുക്സും നമ്മുടെ സ്റ്റുഡൻസ് ബർത്ത്ഡേക്ക് ഡൊണേറ്റ് ചെയ്തതാണ്. അതെ, നമ്മൾ പണ്ടൊക്കെ ഞാൻ ഒരു 8ാം ക്ലാസ്സിലായിരുന്നപ്പോൾ വരെ നമ്മൾ സ്വീറ്റ്സ് തന്നെയായിരുന്നു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നും മാനേജ്മെൻറ്റിൽ നിന്നും എല്ലായിടത്തും നമ്മളെ കുറച്ചുകൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറയുന്ന ബുക്ക് ഡൊണേറ്റ് ചെയ്യുക, പെൻസ്, വേറെ എന്താണ് ഹോംലെസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി എന്താണോ പറ്റുന്നത് അത്രയും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ സ്വീറ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് നമ്മളുടെ ക്ലാസ്, നമ്മളുടെ ഈ ഒരു അറ്റ്ലീസ്റ്റ് കൂടിപ്പോയാൽ നമ്മളിപ്പോൾ 11th ആ ഒരു 11th ഫുൾ ക്ലാസ്സസിന് മാത്രമാണ് ഒരു ബെനിഫിറ്റ്. കാരണം ഒരു മുട്ട കിട്ടി, സന്തോഷമല്ലേ. പക്ഷേ നമ്മൾ ഇതേപോലെ ക്ലോത്ത്സ് ഡൊണേറ്റ് ചെയ്യുക, ബുക്ക് ഡൊണേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അത് വളരെ സന്തോഷമാണ് കൊടുക്കുന്നത്. കാരണം അവർക്കൊരു പരിചയമില്ലാത്ത കുറച്ച് പേര് എന്തൊക്കെയോ അവർക്ക് കൊടുക്കുന്നു. അത്രയും ഒരു നല്ല ഫീലിംഗ് അല്ലേ? യെസ്. പിന്നെ അത് അക്കാഡമിക് ഷെൽഫാണ്. അതാണ് ഏറ്റവും പുതിയതായിട്ട് വന്ന അക്കാഡമിക്സിൻ്റെ ബുക്സ്. ഇതും പിന്നെ ബാക്കിയൊക്കെ സ്റ്റോറി ബുക്സ്, ലാംഗ്വേജ് വൈസ് ഒത്തിരി ബുക്സ് ഉണ്ട്. അതൊക്കെ മാഗസീൻസ് ആണ്. ഫിക്ഷണൽ ആയിട്ടുള്ള കുറേ ബുക്സ് ഉണ്ട്. ലാംഗ്വേജ് മലയാളത്തിൻ്റെ ഒരു ഫുൾ ഷെൽഫ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഓരോ സ്റ്റാൻഡേർഡ് വൈസ് പഴയ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക്സും കാര്യങ്ങളൊക്കെയാണ്. 9th മുതൽ 12th വരെയാണ് ശരിക്കും ഓരോരോ ഷെൽഫും അലോട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ എൻസൈക്ലോപീഡിയയുടെ ഒരു ഫുൾ ഷെൽഫ് ഉണ്ട് അവിടെ. എൻസൈക്ലോപീഡിയ, റെഫറൻസ്, എന്താ ഡിക്ഷണറി. എൻ്റെ ഫേവറേറ്റ് ഷെൽഫ് ഇതാ, ഫിക്ഷൻ. ജെറോനിമോ സ്റ്റിൽട്ടൺ ഒക്കെ കണ്ട കാലം പറഞ്ഞു. ഇപ്പോൾ ജെറോനിമോ സ്റ്റിൽട്ടൺ തൊട്ട് ഫേമസ് 5, സീക്രട്ട് 7 എല്ലാം ഉണ്ട്. ഹാരി പോട്ടർ ഏറ്റവും ഡിമാൻഡ് അതിന്. അതെ, ഹാരി പോട്ടർ ഇവിടെ വന്ന് തപ്പിയിട്ട് ഇത് കിട്ടിയാൽ ലക്കുണ്ടെന്ന് പറയാം. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ ഇവിടെ കാണുന്നത്. അത്രയും കുട്ടികൾക്കും വായിക്കാനുള്ള താല്പര്യമുണ്ട് എന്നുള്ള അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഡാൻ ബ്രൗൺ, അഗാഥ ക്രിസ്റ്റി എല്ലാം 400 days വായിച്ചിട്ടില്ല, അറിയില്ല. മേർഡർ പോലത്തെ ഒരു മിസ്സിംഗ് കേസ്, ചേതൻ ഭഗത്തിൻ്റെ നല്ല ബുക്കാണ്. ഇതിപ്പോൾ വീക്ക് എൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും റക്കസായിട്ട് ഇവിടെ ഇരിക്കുന്നത്. എല്ലാ വീക്ക്
ലൈക്ക് ആഫ്റ്റർ ഫ്രൈഡേ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. ഇവിടെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. 1 2 3 4 5 6 ടേബിൾസ് വിത്ത് ചെയർസ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, വന്ന് ബുക്ക് എടുക്കാം, പോകാം. ഇനി നമുക്ക് നമ്മുടെ കോൺഫറൻസ് ഹോൾ കണ്ടാലോ. കോൺഫറൻസ് ഹോളാണ്. ഇവിടെയും ചെരുപ്പ് ഊരിയില്ലെങ്കിൽ നല്ല വഴക്ക് കിട്ടും. സ്കൂൾ ടൂർ നമ്മളുടെ എന്താണ് കോൺഫറൻസ് ഹോളിൽ ഒരു ചെറിയ ക്ലാസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇപ്പോൾ ബ്രേക്ക് നടക്കുകയാണ്, അതിൻ്റെ ഒരു ബഹളമുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ 5 സ്റ്റെയർ കേസസ് ഉണ്ടല്ലേ. ഈ ഒരു കൊളിഷൻ ഈ ബ്രേക്കിൻ്റെ സമയത്തായാലും സ്കൂളിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന സമയത്തായാലും ആ ഒരു കൊളൈഡ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ട് 5 സ്റ്റെയർ കേസ്. ഇത് എക്കോ ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു ഗാർഡനാണ്. ഇവിടെ 29 തരം തുളസിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതാണെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ബോർഡുണ്ട്. നമ്മൾ ഇപ്പോൾ പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊരു വ്യത്യാസമുള്ളതല്ലേ. ഇപ്പോൾ എന്താ കുറേ പ്ലേ ഗ്രൗണ്ട് തന്നെ മൊത്തത്തിൽ മാറി. അതിപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് മാറി. അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ചേഞ്ചസ്. പക്ഷെ നമ്മളിതൊക്കെ ഗ്രാജുവലി റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അതെ. സോ ദിസ് ഈസ് അവർ സ്കൂൾ ഗൈസ്. ഇതാണ് നമ്മുടെ ഡിഫറൻസ്. എന്ത് സ്വാദാലേ. അതെ, സ്കൂൾ വിത്ത് എ ഡിഫറൻസ്. താങ്ക് യു. ഹരി ഓം. സൈനിങ് ഓഫ്. യെസ്.